നമസ്കാരം. ഗൾഫ് വാർത്തകൾ. ഹൃദയാഘാതത്തെ തുടർന്ന് മലപ്പുറം സ്വദേശിയായ ബിസിനസ്സുകാരൻ ജിദ്ദയിൽ മരിച്ചു. മലപ്പുറം ജില്ലയിലെ തുവ്വൂർ സ്വദേശി പാവറട്ടി റഫീഖാണ് മരിച്ചത്. യുഎയിൽ പുതിയ ഫെഡറൽ ട്രാഫിക് നിയമം നിലവിൽ വന്നു. രാജ്യത്തുടനീളം റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനുള്ള വിപുലമായ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണിത്. കുവൈറ്റിൽ കമ്പനിയിലെ പങ്കാളിയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് 12,000 ദിനാർ തട്ടിയെടുത്ത പ്രവാസി അറസ്റ്റിലായി. ഒരു കുവൈറ്റി പൗരനെ കബളിപ്പിച്ചാണ് പണം തട്ടിയെടുത്തത്. പ്രവാസി മലയാളിയെ സൗദി തെക്കൻ പ്രവിശ്യയിലെ അബഹയിലെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. ആലപ്പുഴ മാവേലിക്കര താമരക്കുളം പ്രതീക്ഷയിൽ ഭാസ്കരൻ നായർ സുരേഷ് കുമാറാണ് മരിച്ചത്. ഷാർജയിൽ ഗതാഗത നിയമലംഘനങ്ങളുമായി ബന്ധപ്പെട്ട് 10 വർഷത്തിലേറെ പഴക്കമുള്ള പിഴകൾ ഷാർജ അധികൃതർ റദ്ദാക്കിയിട്ടുണ്ട്. 7,000-ത്തിലധികം നിയമലംഘന പിഴകളാണ് റദ്ദാക്കിയത്. കുവൈറ്റിലെ ജാബ്രിയ പ്രദേശത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ വാഹനമിടിച്ച് തെറിപ്പിക്കുകയും രക്ഷാസേനയുടെയും പബ്ലിക് സെക്യൂരിറ്റി വിഭാഗത്തിന്റെയും പെട്രോൾ വാഹനങ്ങൾ തകർക്കുകയും ചെയ്ത 30 വയസ്സുള്ള ഒരു യുവാവിനെ കസ്റ്റഡിയിലെടുത്തു. സൗദിയിലെ വിവിധ മേഖലകളിൽ പരീക്ഷണാർത്ഥം സുരക്ഷാ മുൻകരുതൽ മുന്നറിയിപ്പ് ട്രയൽ സൈറണുകൾ മുഴങ്ങും. നവംബർ 3 തിങ്കളാഴ്ചയാണ് റിയാദ്, തബൂക്ക്, മക്ക മേഖലകളിൽ സൈറൺ പരീക്ഷണം നടത്തുക. കുവൈറ്റിൽ യാത്രക്കാരുടെ പ്രവേശന പുറപ്പെടൽ വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ കൃത്രിമം കാണിച്ചതിന് തുറമുഖങ്ങളിലെ 3 സിവിൽ ജീവനക്കാരെ ക്രിമിനൽ സെക്യൂരിറ്റി സെക്ടർ അറസ്റ്റ് ചെയ്തു.